അപ്പൊ സ്റ്റേഷനിൽ വരെ പറഞ്ഞു. വീണ്ടും കുറവാ. ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേക്കാം. അങ്ങനെ നല്ലോണം കേക്കാല. നീ ചെവി അടുത്തോട്ട് വെക്ക്, പ്രായമായതിന്റെയാണ്. അപ്പൊ ഒരുപാട് കൗണ്ടർ വേണ്ടേ? കമ്പാക്ക് അടിക്കുമ്പോ കൗണ്ടർ കൂടുതലാണ് കുറച്ച്. ഒരുത്തൻ കയറി പെണ്ണിനെ പിടിച്ചതിനെ എന്നെ പിടിച്ചോണ്ട് പോയി. ഇതൊക്കെ എന്തുവാ ഇതൊക്കെ? നീ എന്ത് ഗ്യാങ് നടത്തുന്നത് സത്യം പറഞ്ഞൂടെ? നീ കണക്ക് പെണ്ണുങ്ങളൊക്കെ കയറി പിടിച്ചിട്ട് ജോക്കിയെ കൊണ്ടുപോയത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നത്. നീ ആരോ കയറി പിടിച്ചിട്ട് ജോക്കിയെ പുടിയുടെ പേരിൽ കൊണ്ടുപോയത് പിങ്ക് പുടിയാണെന്ന് പറഞ്ഞ് ജോക്കിയെ കൊണ്ട് ജോണി മാമനില്ലേ, ഇയാൾ ആട്ടും തോരിട്ട ചന്നായാണ്. ആ ചെക്കനെ പൊരുത്തിയത് ഇയാളാണ്. ജോണി മാമൻ എന്താണ് ഇഷ്ടപ്പെടുന്നില്ല? ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഈ ചെക്കനെന്ന് ഉദ്ദേശിച്ചത് ആരെയാണോ? 80-ൽ ജനിച്ച ജോക്കിയാണോ? കേൾക്കില്ല, അവിടെ കേൾക്കൂല കേട്ടോ എന്റെ സൗണ്ട്. അല്ലെങ്കിൽ പെണ്ണിട്ട് വന്നേരെ. നല്ല രീതി കേട്ടോ. നിന്റെ പേരെന്താ? എത്ര വയസ്സുണ്ട്? എനിക്ക് 28. 20 വർഷം മുമ്പത്തെ കാര്യമുള്ള ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ കറക്റ്റ് എനിക്ക് 28 കറക്റ്റ്. അതല്ല, ഈ ചെക്കനൊരു റെസ്റ്റോറന്റ് ഉണ്ട്, ആർക്ക്? കോയ് കഫേ. കോയ് കഫേ അല്ലേ ഇത്? വേറെ നിന്നിട്ട് വരാം. ഫുഡ് എന്തോ ഫുഡ് കേട്ടില്ല. നിന്റെ വകയാണോ ഫുഡ്? ഓ ഞാൻ കാശ് കൊടുത്തോളാം. അല്ലെ എപ്പോഴേലും കാശ് കൊടുക്കുന്ന പോലെയാണല്ലോ വർത്താനം. ഇതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. നമ്മൾക്ക് ഏത് വണ്ടി എടുക്കണം? കൊമ്പൻ എടുക്കാം. അയ്യോ നമ്മുടെ ബ്രോങ്കോ ഉണ്ടല്ലോ പറഞ്ഞ പോലെ. ഇത് നമ്മൾ എടുക്കാറേ ഇല്ല ഇപ്പൊ. ബ്രോങ്കോ ഒരു ജിംനി പോലെ ആയില്ല ഗൈസ്. സത്യം പറ, നിങ്ങൾക്ക് ഒരു ജിംനിയുടെ തോന്നുന്നു. എനിക്ക് ജിംനി പോലെ ഇരിക്കണത് ഇപ്പൊ. ഒരു മിനിറ്റ്. തൂക്കി പിടിച്ച് കേറ്. നിങ്ങൾ ഇത് എവിടെ നിൽക്കുന്നത്? നമ്മൾ വണ്ടി കൊടുക്കാം. ഒരു വണ്ടി എടുക്കേണ്ടി വരുവാടാ. എന്റെ വണ്ടി പുറത്താണോ? അല്ല ഇവിടെ ഗരാജ് ഉണ്ട് ബാക്കില്. അല്ല അതാ എന്റെ വണ്ടി പുറത്താ. നിന്റെ വണ്ടി പുറത്താണ്. ലിഫ്റ്റ് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? തൊട്ട് ബാക്കില് ഗരാജ് ഉണ്ടെന്ന്. അല്ല അതായത് വണ്ടി പുറത്ത് പോയി കഴിഞ്ഞാൽ ഗാരേജിൽ നിന്ന് ഔട്ട് കാണിക്കും, എടുക്കാൻ പറ്റൂല. ട്രാൻസ്ഫർ കൊടുത്താ പോരെ? ഇല്ല വരൂല. നിക്ക് ഞാൻ എന്നാ വേറെ വണ്ടി എടുത്തു തരാം. വെയിറ്റ്. അവന് ഹർലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് ഹോൾസ്റ്റാർട്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും എടുത്തെടുത്ത് പീഡി വണ്ടി എടുക്ക്. പിടിയേ ഇപ്പൊ എടുക്കാം. പി എൽ ആണോ? പി എൽ സിറ്റി ഇപ്പൊ കത്തിപ്പോ. 2 ദിവസം സിറ്റിയില് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. വണ്ടി എടുത്തോടാ മോനെ. ഹെഡ്ലൈറ്റിലൊരു ഈഗിൾ ഉണ്ടല്ലേ? പൈസ പോയി. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ കുറച്ചു നേരം ഉണ്ടായിരിക്കും. ഞാനൊരു കാര്യം പറയാം. എന്നെ വാസു കേക്കാവോ? എന്നെ ഇന്നലെ രാത്രി ഈ അണിയില്ലാത്ത ഭരത് സാറ് വിളിപ്പിച്ചിട്ട് പറഞ്ഞു ചെല്ലണോന്ന് പറഞ്ഞു. അണിയില്ലാത്ത ഭരത് സാറാ? അങ്ങേർക്ക് അവിടെ എന്തോ പണി. അങ്ങനെ ചുമ്മാ അടഞ്ഞിട്ട് മറ്റേ റേഡിയോ ഓൺ ആക്കി ഷൂട്ട് ഓവർ എവരിവൺ റേസ് അപ്പ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. അതല്ലേ ജോക്കി അവരുടെ പണി? അല്ല, അങ്ങനെ ചുമ്മാ ഒരു പണിയില്ലെങ്കിലും റേഡിയോ ഒക്കെ പറഞ്ഞോണ്ടിരിക്കും നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടിട്ട്. ജോക്കി അത് പുള്ളി എടുത്ത ഒരു റെസ്പോൺസിബിൾ ഓഫീസറാണ്, മനസ്സിലായ? അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു ജോക്കി സ്റ്റേഷനിൽ വരെ വരണം. ജോക്കിയുടെ ശബ്ദം വീണ്ടും കുറഞ്ഞു കേട്ടാ. അപ്പൊ സ്റ്റേഷനിൽ വരെ വരണം. വീണ്ടും കുറവാ. ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേക്കാം. അങ്ങനെ നല്ലോണം കേക്കാല. നീ ചെവി അടുത്തോട്ട് വെക്ക്, പ്രായമായതിന്റെയാണ്. അപ്പൊ ഒരുപാട് കൗണ്ടർ വേണ്ടേ? കമ്പാക്ക് അടിക്കുമ്പോ കൗണ്ടർ കൂടുതലാണ് കുറച്ച്. അപ്പം നമ്മള് സ്റ്റേഷന്റെ അകത്ത് നമ്മള് പോയി വിളിച്ചിട്ട് നമ്മള് പോയി. അവിടെ നിക്കുമ്പോ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു പെണ്ണിന്റെ ആരോ കീറി പിടിച്ചെന്ന്. ആരോ കീറി പിടിച്ചെന്നാ? പെണ്ണിന് ഓർമ്മയുള്ളത് പിടിച്ചവന് പിങ്ക് മുടിയാണ്. പിടിച്ചവന് പിങ്ക് മുടിയാണ്. ഉടനെ ആ പണിയില്ലാത്ത അങ്ങനെ വിചാരിച്ച് ഞാൻ ആ പെണ്ണെ കയറി പിടിച്ചേന്ന്. പച്ചമുടിയുള്ള ഒരാളിവിടെ ഉണ്ടേ. ഇതാരാ പിടിച്ചെന്നറിയാവോ? ആളിവിടത്തന്നെ ഉണ്ടേ.
ഇത് പിടിച്ചാരാന്നറിയാവോ? നമ്മുടെ ഗ്യാങ്ങിലെ ലോലിന് പച്ചമുടിയാ? നല്ല പിങ്ക് മുടി. പിങ്ക് മുടി. ലോല, നീ ഈ ഗ്യാങ് എന്ത് കിണ്ടിയാണ് നോക്കി നടത്തുന്നത്? ഇതിനകത്തുള്ളവന്മാരെല്ലാം പെണ്ണുങ്ങളുടെ പുറയാ. നീ മാത്രം ഉണ്ടാ, നിനക്ക് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞ റെസ്പോൺസിബിലിറ്റി. അല്ല നിങ്ങൾ വലിയ കൗണ്ടർ അടിക്കുന്നുണ്ട് തിരിച്ചു വന്നിട്ട്. എനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലു. അത് പെണ്ണിനെ പിടിക്കാന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് പറഞ്ഞോട്ട് ചോദിച്ചതാ ഞാൻ. നിങ്ങൾ കൂടുതൽ നമുക്ക് ബീച്ച് സൈഡിൽ പോയത്. ജോലി അപ്പാപ്പന്റെ വീടിന്റെ അവിടുത്തെ അതേ കടലാണ് ഇവിടെ ഉള്ളത്. അല്ല ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ വാസു, ഇത് 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 നമുക്ക് ഇങ്ങനത്തെ നമുക്ക് ഫ്രണ്ട് നടക്കാം. ഈ സൗണ്ട് കേൾക്കുന്നില്ല. നമുക്ക് കടൽ വെള്ളം പറ്റിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എങ്ങനെ സൗണ്ട് കേൾക്കും? ലോകത്തുള്ള എല്ലാ സൗണ്ട് എടുത്താലും ഇങ്ങനെ സംസാരിക്കുന്നേ. ഞാൻ ഒരു കാര്യം പറയട്ടെ ആശാനെ, ഇവിടുന്ന് ഫ്രണ്ടിലോട്ടുള്ള 50 ഏക്കർ കടലും എന്റെ തന്നെയാ. മനസ്സിലായി? കരടച്ച രസീതുണ്ട്. നമ്മള് നമ്മുടെ കുടുംബ മഹിമ പറയണത് പോലും ഈ സ്ഥലവും 50 ഏക്കർ കടലും അതാണ് നമ്മുടെ ആസ്തി പോലും. മനസ്സിലായ? ഫ്രണ്ടിലോട്ട് ആ വീടിനകത്ത് ഷെൽഫിനകത്ത് വെച്ചിരിക്കും. അതായത് കരടച്ച രസീത് ആരെങ്കിലും പോക്കറ്റിൽ വെച്ചു കൊടുക്കുവോ? ഈ അസൂയാലുക്കൾ ഈ വയസ്സന്മാരൊക്കെ വന്നാണ് എന്റെ അടുത്തേക്ക് ഇതൊക്കെ ചോദിക്കുള്ളൂ. അല്ലാത്തവരൊന്നും ഇതൊന്നും ചോദിക്കാറില്ല. അവര് നോർമലി വന്ന് ഗ്യാങ് കണ്ട് സന്തോഷത്തോടെ പോകും. അസൂയാലുക്കളെ കാരണം ഇങ്ങനെയൊക്കെ ചോദിക്കണം. കേക്കാം. ഞാനിപ്പോ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ഒന്നുമില്ല. എന്താ പറയാണ്, ജോക്കി രാപ്പകലില്ലാതെ ഇതിനകത്ത് കയറി അബ്നോർമൽ എന്തോ ആയി. അബ്നോർമലൊന്നും അല്ല. ഗ്യാങ്ങിൽ ഏതോ ഒരുത്തൻ കയറി പെണ്ണിനെ പിടിച്ചതിനെ എന്നെ പിടിച്ചോണ്ട് പോയി. ഇതൊക്കെ എന്തുവാ ഇതൊക്കെ? നീ എന്ത് ഗ്യാങ് നടത്തുന്നത്? സത്യം ഫ്രണ്ട് വെച്ച് പിങ്ക് മുടിയുള്ള ആള് കയറി പിടിച്ചു ജോക്കിയുടെ മുഖത്ത് നോക്കി പറയാ. എടേ ഒരാൾ മുടി വെച്ച് അങ്ങനെയൊക്കെ ചെയ്ത് കളഞ്ഞല്ലേ? നീ എന്ത് ഗ്യാങ് ആണെന്ന് നോക്കി നടത്തുന്നത് എനിക്ക് സീരിയസ്ലി മനസ്സിലായി. ജോക്കി പീടി കത്തിക്കണോ? ഒരു വാക്ക് പറഞ്ഞ ഇപ്പൊ പീടി കത്തിക്കും. നീ കണക്ക് പെണ്ണുങ്ങളെയൊക്കെ കയറി പിടിച്ചിട്ട് ജോക്കിയെ കൊണ്ടുപോയത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നത്? നീ ആരോ കയറി പിടിച്ചിട്ട് ജോക്കിയെ മുടിയുടെ പേരിൽ കൊണ്ടുപോയത് പിങ്ക് മുടിയാണെന്ന് പറഞ്ഞ ജോക്കിയെ കൊണ്ട് നീ ഗ്യാങ് ഹൗസിന്റെ ബാക്കിലോട്ട് വന്നേ. ഇവിടെ ബീച്ച് സൈഡ് വന്നേ. ഓ ഇവിടെ ഇപ്പൊ വരും. ഉണ്ടല്ലോ ഇന്ന് 90s RP കേട്ടോ. പിന്നെ ജോക്കി കടൽക്കാറ്റ് കൊണ്ടിരിക്കാൻ പറ്റിയ സ്ഥലം ഇതിലും നല്ലൊരു സ്ഥലം എവിടെ ജോക്കി? ലോല വരും. പിന്നെ നമ്മൾ വിളിച്ചാൽ വരായിരിക്കുമോ? ആശാനെ കുത്തിരി പിച്ചും പേയും പറയലായിരുന്നു. അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ജോണിയപ്പാപ്പന്റെ അടുത്ത് പറഞ്ഞു വരും കേട്ടോ. അമ്മുക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് വിളമ്പിക്കരുതേ ആശാനെ. ഈ മാറിയിരുന്ന് മറ്റേ കുശുമ്പോ ഗുണമേന്മയും പറയണത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ജോണി മാമനില്ലേ, ഇയാള് ആട്ടുംതോരിട്ട ചന്നായാണ്. ആ ചെക്കനെ പെടുത്തിയത് ഇയാളാണ് ജോണി മാമൻ. എന്താണ് ഇഷ്ടപ്പെടുന്നില്ല? ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഈ ചെക്കനെന്ന് ഉദ്ദേശിച്ചത് ആരെയാണോ? 80-ൽ ജനിച്ച ജോക്കിയാണോ? കേൾക്കില്ല, അവിടെ കേൾക്കൂല കേട്ടോ എന്റെ സൗണ്ട്. അല്ലെങ്കിൽ പെട്ടിട്ട് വന്നതേ നല്ല രീതി കേട്ടോ. നിന്റെ പേരെന്താ? വാസു. എന്റെ പേര് പരിന്തു വാസു. മറക്കും എനിക്ക്. പക്ഷെ ഉറക്കത്തിൽ നിന്ന് എണ്ണിപ്പിച്ച് നിങ്ങൾ മുന്നേ നിന്നാലും ഗർവാസി ദാശ എന്ന് പറഞ്ഞ് ചാടി കെട്ടിപ്പിടിക്കും. അതാണ് വാസുവിന്റെ കമ്മിറ്റ്മെന്റ്. അതല്ല അത്രേ വാസു. അതല്ല അത്രേ തീരെ ഇഷ്ടല്ലാട്ടാ. ഞാൻ ഒരു മിനിറ്റ് ആശാൻ ജെസ്സിയോട് വന്നേ. ആശാൻ ജെസ്സിയോട് വന്നേ. ആശാനെ അവിടെ പോര്, താഴെ പോവും. എന്റെ സൗണ്ട് എടാ വാസുവേ, ഞാനൊരു കാര്യം പറയട്ടെ. ജോണി അവനെ വിശ്വസിക്കരുതടാ. അയാളുണ്ടല്ല നടന്ന് കരുത്താക്കും. അയാളില്ല, അയാൾ ആട്ടുംതൂരിട്ട ചായ തന്നെ എത്ര പ്രാവശ്യം പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഈ ജോക്കിനെ വേഗം പറഞ്ഞു തീർക്കട്ടെ, ഇല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് നിനക്ക് പറയാൻ പറ്റില്ല. ഈ ജോക്കിനെ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിലാക്കിയതല്ല അയാൾ തന്നെയാണടാ. ഞാനിപ്പോ ആശാൻ പറഞ്ഞ കാര്യം അങ്ങോട്ട് പറയട്ടെ. പറ.
ഇതാണ് ഞാൻ ഇത്ര നേരം കേട്ടത് സത്യം പറഞ്ഞ. അതാ ഞാൻ പറയാം, ഈ ജോണി മാമനെ വിശ്വസിക്കരുത്. ജോണി മാമനെ വിശ്വസിക്കരുത്. അയാൾ ആട്ടും തോന്നിട്ട് ചെന്നായിന്ന് അയാളുണ്ടല്ല കൂടെ കൊണ്ടുവന്നിട്ട് അയാളെ പറ്റിക്കും. ആ ജോണിനെ അല്ല ജോക്കിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് ഇയാളാണ്, ഇയാൾ ഒറ്റൊരുത്തനാണ്. ആണല്ലേ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. എടാ അങ്ങോട്ട് ചെല്ലരുത്. ജോണി ഇവരെന്ന് പറഞ്ഞ ഇപ്പം ഈ സിറ്റിയില് ഈ എല്ലാ ന്യൂസുകളും വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് ഇവര് സിറ്റിയിൽ ഒരു ന്യൂസ് റീഡേഴ്സ് ആണ് ഇപ്പൊ സിറ്റിയിലെ. അവരെ പ്രായതല്ലേ രണ്ടാളെയും. ഗർഭശാസ്ത്രത്തിന് എത്ര വയസ്സുണ്ട്? എനിക്ക് 28. 20 വർഷം മുമ്പത്തെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ കറക്റ്റ് എനിക്ക് 28 കറക്റ്റ്. എടാ നീ ഇല്ലേ ആ കൺമണിയെ കല്യാണം കഴിക്കുമ്പോ എനിക്ക് 30 വയസ്സുണ്ട് അറിയാവോ? താര കൺമണി എലി അതിന്റെ ഇടക്ക് വന്നുപോയ 2-3 വേറെ നാണുണ്ടാടാ. താര കൺമണി എലി അതിന്റെ ഇടക്ക് വന്നുപോയ 2-3 വേറെ നാണുണ്ടാടാ. എന്നിട്ട് 28 പിള്ളറെ പറ്റിക്കാൻ വേണ്ടിട്ട് എന്റെ ശരിക്കുള്ള പ്രായം ഇതൊക്കെ 24ാമത്തെ വയസ്സിൽ നടന്ന കാര്യങ്ങളാണ്. മറ്റേ ചാക്ക് കീറിയിട്ട് പാന്റ് ഇട്ടിട്ട് നടക്കുന്നതാണ്. മറ്റേ ആ കൊടലെല്ലാം ഉന്തിട്ടതാ ഉള്ളോട്ടേക്ക്. എല്ലാം കണ്ടില്ലേ സ്ലിം ഫിറ്റ് ഇപ്പോഴും. ആ വയറ്റത്ത് കിട്ടിയിരിക്കുന്ന 1 കിലോ ചാക്ക് ഇറക്കി വെക്കുവോ? അത് ഇറക്കാൻ പറ്റില്ല, അതാണ് ഈ കുപ്പായത്തിന്റെ കൂടെ വരുന്നത്. അത് കൊടവയറ് കാണാൻ കാരണം സാമാനം കാണാൻ പറ്റുന്നില്ല, എന്നിട്ട് ഫിറ്റ്നസ് ആണെന്ന് ഇങ്ങനെ കാണാൻ തോന്നുമ്പോ ഞാൻ ഉള്ളിലേക്ക് വലിക്കും. കാണാൻ തോന്നുമ്പോ ഉള്ളിലേക്ക് വലിക്കുന്നതാ. പിന്നല്ലാണ്ട് ഇപ്പോഴത്തെ പിള്ളറപ്പരെല്ലാം പിടിച്ചു നിക്കണ്ടേ നമുക്ക്. നമ്മുടെ കൂട്ടത്തില് പക്ഷെ ഈ ഒരു സെയിം ഇഷ്യൂ ചന്ദ്രബോസിന് ഫേസ് ചെയ്യേണ്ടി വന്നോണ്ട് അവൻ ജിമ്മിലൊക്കെ പോയി ഫിറ്റ്നസ് ഒക്കെ ആക്കി 6 പാക്ക് ആക്കി, എന്നിട്ടും സാധനം കാണുന്നില്ല. അതാണ് പ്രശ്നം. അതാണ് അങ്ങനല്ലട്ടാ, നീ അങ്ങനെ പറയില്ലേ. ഇതൊന്ന് സംസാരിച്ച് സോൾവ് വെക്കാം. മനസ്സിൽ വെക്കണം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നത് ഒരു ആണല്ല, അതൊരു പെണ്ണ, അതെന്റെ ചേച്ചിയാ. എനിക്ക് എന്റെ സ്വന്തം ചേച്ചിയെ പോലുള്ള ഒരാളാണ്. ഞാനത് പറയാ നിങ്ങളുടെ അടുത്ത്. എനിക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് അങ്ങനെ ചെയ്യുന്നത്. എന്താ ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയാൻ സമ്മതിക്കോ? ഹലോ മാറിക്കാനാ കത്തിയാളടുത്തത് പെട്ടെന്ന് പറഞ്ഞില്ലേ കൂടുതലും കത്തും. എടാ ഇത് വന്നടാ, ഞാൻ കുറച്ച് റഫായിട്ട് സംസാരിക്കട്ടെ. നീ എന്ത് പരിപാടിയല്ലോ നീ കാണിച്ചത്? ജോക്കി നിന്റെ മുടിയുടെ കളർ അതാന്ന് പറഞ്ഞ് ജോക്കിക്ക് സ്റ്റേഷനിൽ പോയി നിൽക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ഹലോ, നിന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കണല്ലോ. ഞാൻ കാർ എടുത്തേ പെണ്ണെ കയറി പിടിച്ചോ? പെണ്ണെ കയറി പിടിച്ചില്ല. തലോടിയോ? തലോടിയില്ല. പിന്നെ എന്തിനാണ് ആ പെണ്ണ് ഒരു പിങ്ക് തലമുടിയോടൊപ്പം കേറി പിടിച്ചെന്നും പറഞ്ഞിട്ട് എന്റെ പേര് പറഞ്ഞു കൊടുത്തേ? എന്നെ കാണുമ്പോ ഒരുമാതിരി ചിരിച്ചിട്ട് പിന്നെയാണ് നാട്ടുകാർ മൊത്തം പറയുന്നത് നിങ്ങളാണ് അവളുടെ ബോയ് ഫ്രണ്ട് എന്ന്. കുട്ടിയെ പോന്ന് ചെറുതായിട്ട് പോയി. അപ്പൊ പിങ്ക് കൂടെയുള്ള ആളെ മാത്രം ഉറപ്പുള്ളത് പറഞ്ഞു. അതെ നാളെ തൊട്ടേ പിങ്ക് തലമുടി വേണ്ട കേട്ടോ. ഐഡന്റിറ്റി കുഴപ്പമില്ല, നാളെ തൊട്ട് പിങ്ക് വേണ്ട. ഓറഞ്ച് സൈഡിൽ ചെറുതായിട്ട് പിങ്ക് അടിച്ച് കുഴപ്പമുണ്ടോ? ഓറഞ്ച് സൈഡിൽ ചെറുതായിട്ട് പിങ്ക് അടിച്ചോ. ഇത് പിന്നെ പിങ്ക് കൊണ്ട് കിടക്കണ്ട. ഇനി ഉണ്ടാവാൻ പാടില്ല കേട്ടോ, അറിയാലോ. എന്ത് ഗ്യാങ് മാത്രം പറഞ്ഞ ഞാൻ കാര്യം പറയട്ടെ, നീ ഒഴിച്ച് ബാക്കി ഗ്യാങ്ങിലെ എല്ലാണോ പെണ്ണുങ്ങളുടെ കൂടെ? എന്ത് ചെയ്യാൻ?
എന്ത് ചെയ്യാനാ? ഞാൻ ഇതൊക്കെ ഒഴിവാക്കി ഗ്യാങ്ങിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് മെമ്പേഴ്സ് ഇങ്ങനെ തുടങ്ങി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിവിടെ അഘോരാരം പണിയെടുക്കുന്ന സമയത്ത് യുവന്മാര് മറ്റേ എവിടുന്നേലും ആരെങ്കിലും പറ്റിച്ചോ കൊന്നിട്ടോ ഒക്കെ ഗ്രാൻഡിങ് പണി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള സമയം പെണ്ണുങ്ങളുടെ മലയെ കയറി കറക്കുവാ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ആവർത്തിക്കില്ല കേട്ടോ. ഈ ആശാൻ എന്തൊരു കുശു ഇങ്ങനെ പഴയതുപോലെ തന്നെ പറഞ്ഞോ. ഒന്നുമില്ല. എന്നാ ഇങ്ങനെ കൊല പോലെ നിൽക്കുന്ന പൊക്കൂടെ എവിടെ സംസാരിക്കാന്ന് പറഞ്ഞല്ലേ നമ്മ ഇങ്ങോട്ട് വന്നത്? അച്ഛനെ എങ്ങനെയുണ്ട്? അച്ഛനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. 7248. പിന്നെ മറ്റേ ഇവനെ ടോക്കി ഇവിടെ പെരുന്നാളിന് വരണം കേട്ടാ. നീ ഏത് പെരുന്നാളിന്? ഇവിടെ മുതുക്ക് പെരുന്നാൾ അവിടെ അടുക്ക് കത്തിച്ചോക്കാൻ. അത് ഇത് കത്തിച്ച് വെച്ച ലൈറ്റ് ഒന്നും വേണ്ട വെച്ചാ. അങ്ങോട്ട് മാറി എന്നിട്ട് ഒരു മുടിയും വളർത്തിയിട്ടേ നിന്നാ മതി. യേശുവായിട്ടും ആരെ ഇത് വേണ്ട. കാരണം എന്ത് നടക്കുന്ന എന്തുവാ പോരാ അതത്ര പോരാ അല്ലേ? അത്ര പോരല്ലേ? നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് അത്ര ഇതല്ലേ, ഭയങ്കര കിടലല്ലേ. ഞാൻ എന്താണെന്നറിയാവോ, ഞാൻ തിന്നുമായിരുന്നു. ഇതാ മീൻ പിടിക്കാൻ പോയി വന്നോ തിരിച്ചു വന്ന്. ആശാനെ നമ്മളെ കുടുംബത്തിൽ കുറെ പുതിയ പിള്ളേരൊക്കെ വന്നു. എല്ലാരെയും പരിചയമൊക്കെ പെട്ടായിരുന്നു ആശാൻ. ആരും കണ്ടിട്ടില്ല. ഞാൻ ഇന്നലെ വന്നില്ല. എടാ നമ്മുടെ എല്ലാരും ഒന്ന് ബാക്കിലോട്ട്. നിങ്ങൾ എന്തെങ്കിലും പരിപാടിയിലാണോ? ഇങ്ങോട്ടൊന്ന് വന്നേ. അപ്പൊ അത് ഡീൽ ചെയ്തു കുഴപ്പമില്ല. എന്തിനാണ് കൊന്നത്? റീസൺ ഒന്ന് പറയോ? ഫ്രണ്ടിനെ കൊന്നാണോ? ഓക്കെ കുഴപ്പമില്ല. ബ്ലൈൻഡ് ഓണർ MRC ഓണർ. സത്യം പുതിയ ഓഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരിയാണ് MRCയുടെ ശരിക്കുള്ള ഓണർ. ആ 3 അക്ഷരത്തിന്റെ റൈറ്റ് ഇവർക്കും പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനുമാണ് ഇപ്പൊ കറന്റ് ആ റൈറ്റ് ഉള്ളത്. MRCയുടെ റിയൽ ഓണർഷിപ്പ് പുള്ളിയുടെ കയ്യിലാണ്, പുള്ളിക്കാരിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പുള്ളിക്കാരുടെ അതായത് അശ്വിനേട്ടന്റെ കയ്യിലും ജീന ചേച്ചിയാണ്. ഓ രഹസ്യം പറയാനാണോ? ഓക്കെ ആട് ഹീറ്റിംഗ് പീരീഡ് വല്ലതാണോ? ഇടക്കിടക്ക് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണേ. നിന്നോട് മാറിക്കാൻ പറഞ്ഞില്ല വാസു. പൊക്കോളാം. ജോണിയപ്പാപ്പനെ പറ്റി എന്തോ മൂഞ്ചിത്തരം പറയാനാണ് കേട്ടോ അത്. എന്നെ പിടിച്ച് അവിടെ മാറ്റി നിർത്തിട്ട് എന്റെ അടുത്ത് പറയാ. അതെ, എന്നെ പിടിച്ച് മാറ്റി നിർത്തിട്ട് പറയാ ഒരിക്കലും വിശ്വസിക്കരുത്, കണ്ണാടി വെച്ച കള്ളനാണെന്ന്. അത് ഞാൻ പണ്ട് ചെറുതായിട്ടൊന്ന് പറ്റിച്ചായിരുന്നു. അതിന്റെയാണ് അത് മനസ്സിൽ കിടപ്പുണ്ടോ ഇപ്പോഴും. എന്നുവെച്ചാ ഇപ്പോഴും എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാ ജോണിയപ്പാപ്പനാണ് ജോക്കി ഇട്ട് കൊടുത്തതെന്ന് അവിടെ. അല്ലല്ല, അത് ചുമ്മാ പറയുന്നത് ആണല്ലേ? പക്ഷെ ഞാനതിൽ കൺവിൻസ് ആയി പോയി. ഞാൻ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യത്തില്ല. ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഹലോ, എല്ലാരും എന്നെ അവോയ്ഡ് ചെയ്ത് പോവാട്ടാ. എന്ത് പറ്റിയണ്ണ ഒറ്റയ്ക്ക് ഇരിക്കുന്നു? അവർക്കൊക്കെ എന്തൊക്കെയോ സംസാരിക്കാനുണ്ടാ. എനിക്കങ്ങനെ ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുണ്ട്. സിറ്റിയിൽ ഇപ്പം നടക്കാൻ പറ്റുന്നതാണ്. മന്ദാരം വരെ 2 ഗേൾഫ്രണ്ട് ഒക്കെ ആയി. സത്യം ഈ പെണ്ണ് വിഷയം നമ്മൾ എന്തിനാ ചർച്ച ചെയ്യുന്നത്? സത്യം നമ്മള് സിഗ്മയില് തന്നെ നമ്മൾക്ക് നിൽക്കുന്നിടത്തോളം കാലം ആ ഓറ ഉണ്ടല്ലോ. നമ്മള് സിഗ്മയിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ആ തലയുടെ ചുറ്റുമുള്ള ഓറ ഇങ്ങനെ കൂടിക്കൊണ്ട് വരും. മനസ്സിലായോ? 3-4 പെമ്പിള്ളേരെ കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആക്കിയവനാന്ന് പറയുന്നത്. അഭിപ്രായം ചോദിച്ചാ താഴെ കുത്തിരി അമ്മുക്കുട്ടിയെ കിട്ടാത്ത വിഷമം എന്റെ നെഞ്ചത്ത് തീർക്കല്ലേ. ഞാൻ പ്രേമിച്ച ഒറ്റ പെണ്ണേല്ലോ അമ്മുക്കുട്ടി. അല്ലാണ്ട് കുട്ടനെയും പോലെ കണ്ടത് വീട് വെച്ച് പ്രേമിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ അമ്മുക്കുട്ടി ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 1 വർഷം റിലേഷൻഷിപ്പിലുമായിരുന്നു. മനസ്സിലായേ?
അതല്ല ഓള് ജീവിതത്തിൽ പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നിമിഷങ്ങൾ അതല്ല. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അത്? എന്നോട് പറഞ്ഞിട്ടുണ്ടോള്. എന്ത് പറഞ്ഞിട്ടുണ്ട്? നിന്നെ കണ്ടതോളെ ജീവിതത്തിൽ നാശിച്ച സമയത്താണ്. ആണല്ലേ? എന്നോട് നിങ്ങളെ പറ്റി പറഞ്ഞേക്കാൻ എന്താണെന്നറിയാമോ? എന്നോട് പറഞ്ഞത് പറഞ്ഞാൽ ഒരു കുടുംബജീവിതമായിട്ട് മോനും മക്കളും ഭർത്താവുമായിട്ട് ജീവിക്കുന്നതിനിടയ്ക്ക് ഒരു എച്ചി എപ്പോഴും നക്കി വന്ന് ഇങ്ങനെ പുറകെ നടക്കുമായിരുന്നു. എന്താണ് എന്റെ അടുത്ത് നിങ്ങളെ പറ്റി പറഞ്ഞത്? അതെന്തായാലും ഞാൻ ചെയ്തിട്ടില്ല. വൺസ് എന്റെ കൈവിട്ട് പോയി കാറിലെ കൊണ്ടുപോയതിനു ശേഷം ഞാൻ പുറകെ പോയിട്ടില്ല. എന്നോട് ഇതുവരെ ഓൾ അങ്ങനെ പറഞ്ഞില്ല. ഓൾ എന്നോടൊന്ന് പറഞ്ഞു തരാം, ജന്മം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെ ജീവിക്കാനായിട്ട്. അമ്മുക്കുട്ടി എന്റെ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞതാണ്. ഞാൻ ജയിലിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ഈ ജന്മം പോയി, അടുത്ത ജന്മം വാസുവിന്റെ കൂടെ തന്നെ ആയിരിക്കും എന്റെ ജീവിതം. അണ്ണൻ ആർക്കും ഓള് പറഞ്ഞിട്ടുണ്ടാവുക, പറയുന്നില്ല എന്നാ പറഞ്ഞത്. പിള്ളേരില്ലോണ്ട് ഞാൻ പറയുന്നില്ല. ആശാനെ ഞാനൊരു കാര്യം പറയട്ടെ, എങ്ങനെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാർലോയുടെ കൂടെ സമാധാനത്തോടെ ജീവിക്കുന്ന സമയത്ത് എങ്ങനെയും ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് ചിലപ്പോ പറഞ്ഞു പറ്റിച്ചതായിരിക്കാം. മനസ്സിലായ? ഓൾ അങ്ങനെ ഒരിക്കലും പറഞ്ഞു പറ്റിക്കുന്ന ഒരുത്തല്ല ഓള്. ഓളുണ്ടല്ല, ഓളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിറ്റിയിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരുത്തിയായിരുന്നു ഓള്. ഓളിപ്പോ പഠിക്കാൻ പോയിട്ടല്ലേ, ഓള് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോ ഇവിടെ കാർലോ മോനും ഒക്കെ ഉണ്ട്. സന്തോഷിക്കണ എന്തിനാ? ഓൻ വെറും ടൈപ്പനോ, വേറെ ഓള് മക്കളെല്ലാം ഉണ്ട് ഓന്. കാർലോയ്ക്കാ? പെണ്ണ് കിട്ടിയായിരുന്നു. അത് ശരിയാട്ടാ. കിട്ടണ്ടേ? എന്റെ പേര് അപ്പുക്കുട്ടനല്ല കിട്ടാണ്ടിക്കാൻ. ജോണിയപ്പ കാർലോക്ക് ഇപ്പൊ വേറെ പെണ്ണും കൊച്ചൊക്കെ ആയല്ലേ? റിലേഷൻ ഉണ്ട്. അപ്പൊ അമ്മക്കുട്ടി തിരിച്ചു വരുവാണെങ്കിൽ സിംഗിൾ ആയിട്ടുള്ളത് ഞാനാണ്. അപ്പൊ ഏത് താര? നിങ്ങൾ കഴിഞ്ഞിട്ട് അങ്ങേ വർഷമല്ലേ വന്നത്? നാട്ടിലൊരു പെണ്ണ്, എടാ നീ അങ്ങനെ ഓണ ബാക്കിൽ ഇനി പോയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള സകല പെമ്പിളറെ ഞാൻ ഇറക്കും. നീ ബാക്കിൽ നടന്നിട്ട് പിന്നെ ഞാൻ മറ്റേ വാക്ക് പറയുന്നില്ല ചെയ്ത പെമ്പിളറെല്ലാം എനിക്കറിയാം. ഒരു ഗ്യാങ്ങിന്റെ ലീഡറാണ് സംസാരിക്കുന്നത് ആലോചിക്കണേ. അതന്നെ ഞാൻ ഒലിപ്പിച്ചാണെങ്കിൽ അത് എലിയുടെ പുറകിൽ മാത്രമാണ്. അത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ബ്രേക്കപ്പ് പോയി. മനസ്സിലായോ? സിറ്റിയിൽ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കാത്ത ഇറക്കനാണ് നമ്മുടെ ഇറക്കൻ. ഏറ്റവും ലാസ്റ്റ് വന്ന് TKRP ആ സെർവർ കൂട്ടി അവനെ തള്ളക്കി വിളിച്ച് തിരിച്ച് ഇവിടെ വന്ന് പുതിയ സെർവർ പഴയ കഥ പറയണം. എന്റെ മൈൻഡ് ഒന്നും മാറ്റാൻ നിൽക്കണ്ട. അന്വേഷിച്ചായിരുന്നു പറ്റിയിട്ട്. പക്ഷെ ഇവനെ പറ്റിയിട്ട് പറയുന്നത് പലതും കള്ളമാണെന്ന് ഞാൻ അറിഞ്ഞു. അത് ശരി, ഇപ്പൊ അങ്ങനെയായി. നിന്നെ പറ്റി പറഞ്ഞതോ ഇപ്പൊ ഒരു പെണ്ണിനെ പിടിച്ചിരുന്നു പറഞ്ഞതോ? നിങ്ങൾക്ക് എല്ലാവരും സൗണ്ട് വിട്ടുവിട്ടല്ലേ കേൾക്കുന്നേ? സൗണ്ടിനൊരു ഇതില്ലേ? അന്നാ നീ ശ്രദ്ധിച്ചോന്ന്. എനിക്ക് ഇനിയും വരുന്നുണ്ട്. തയ്ച്ചു വെച്ചിട്ടുണ്ട് ഒരാളുടെ, രണ്ട് കൈയും കുത്തിക്കാത്ത ബാക്കിൽ ഇരിക്കുന്ന ഒരാളുടെ തയ്ച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചുമ്മാ സമാധാനത്തോടൊക്കെ പോകുന്ന കണ്ടിട്ട് പിടിക്കുന്നില്ലല്ലേ? ആ കണക്കാ. സമാധാനമുള്ള ഒരാളാരെന്ന് അറിയാവാ, അത് ഞാനാ. ഇന്നൊരു സമാധാനം അറപ്പി കുറച്ചേരം നമുക്ക് ചുമ്മാ ഇവിടെ നിന്ന് ചെന്തയിലൊക്കെ സംസാരിച്ചിട്ട് പോകാൻ കേട്ടാ. ഞാൻ ഇന്നത് പറഞ്ഞിട്ട് പോകാന്ന് കുറച്ചേരം നമുക്ക് ചുമ്മാ സംസാരിച്ചിട്ട് പോവാം. ഇവരുടെ കൂടെ 80s സെക്ഷനിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം എന്താണെന്ന്. ഇതെല്ലാം പുതിയ ഫാഷനാണ്. ഇതെല്ലാം അറിയണമെങ്കിൽ ഈ പ്രായത്തിൽ ഉണ്ടാവണം നിങ്ങൾക്ക്. ഇതെല്ലാം ഇതൊന്നും ഇല്ലാണ്ട് ഇതാ ഈ മറ്റേ ഈ പൂക്കള് ചർച്ച നമ്മളെ പ്രായത്തിലൊന്നും എത്താൻ വേണ്ടി നോക്കിയാലും എത്തൂല. ഇങ്ങനെ കള്ളക്കളവാ. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ പിന്നിലാണ്ട് എന്തോ ആശം പെണ്ണ് കെട്ടിട്ടുണ്ടോ? കേട്ടില്ല. എന്നിട്ടാണ് എന്റെ കമ്മലിന്റെ കാര്യം ചോദിച്ചത് മുമ്പേ. എന്റെ വലിയ പാളക്കമ്മലല്ല, എനിക്ക് മുന്റെ മുഖത്തിനായി ചേരുന്നില്ല. എന്റെ മുഖത്തിന് നല്ലോണം ചേരുന്നു. നല്ലതുപോലെ ചേരുന്നുണ്ട്. ആനയുടെ ചന്തയിൽ ഒരു ബക്കിൾ ഇട്ട പോലെ ഉണ്ട്. എന്റെ റിങ് പോലത്തെയാണ് കേട്ടോ എന്റെ. ഇത് മറ്റേ വെള്ളത്തിൽ വീണാൽ ഓനെ മറ്റേ 2x2 ഉപയോഗിക്കാം. അടുത്ത കൗണ്ടർ വരട്ടെ. ചിരി ഇപ്പോഴും ഉണ്ട്. ഇയാളെ എന്തിനാ എപ്പോഴും പൊക്കി പിടിച്ചു നടക്കുന്നത്? ഇതെന്റെ വക്കീലാണ്, ഇതെന്റെ വക്കീലാണ്. അത് ഏതോനാണെങ്കിലും ചിരിച്ചു കൊടുക്കുന്നേ. തിരുവനന്തപുരത്തെ ചിരിക്കാന്ന് ഈ വക്കീലിന്റെ ഉപകാരം എന്താണ് എന്ന് ചോദിച്ചു. ഗോഡ് ഫാദറിന്റെ കോമഡി നമ്മൾ പുതിയ പടം എടുക്കുന്നുണ്ട്. അതിന്റെ ലീഗൽ കാര്യങ്ങൾ പുള്ളിയാ ചെയ്യുന്നത്. ആണല്ലേ? എന്ത് പടം?
പിന്നെ നമ്മള് മറ്റേ ഇവിടെ ഒരു എന്ത് പടമാണ് അന്ന് എന്റെ അടുത്ത് മുതുക്കി വെച്ച് പറഞ്ഞു എന്തോ ഷെഡിയിൽ പൊട്ടിത്തെറിച്ച് എന്തോ അങ്ങനത്തെ സാധനല്ലേ? പെട്ടെന്ന് അറിയാതെ വന്നു പോയതാ. മറ്റേ ഇതാണ് കാട്ടുപൂച്ചന്റെ കഥ. കാട്ടുപൂച്ചയുടെ കഥയാ? നിങ്ങൾ നിൽക്കില്ലേ? ഓ ഇങ്ങനെ ഇരുന്നില്ലെങ്കിൽ ഞാൻ പറയണത് ജോക്കി പുള്ളിയുടെ അടുത്താണ്. ഇങ്ങനെ ഇരിക്കാതെ എങ്ങനെയാണ് നമ്മള് കാര്യം പറഞ്ഞു തന്നെ. I am sure. Thank you. I am waiting in 8229. You can come and see a crown symbol. I am sure it will be a visual treat. Okay, coming. നമുക്ക് അവിടോട്ട് പോവാം. ജോക്കി ആശാനെ, ഇവിടെ സിറ്റിയിൽ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഫുഡൊക്കെ ഉള്ള പുതിയ ഒരെണ്ണം. പോയി അവിടെ ഫുഡ് അടിച്ചിരുന്ന പേരറിഞ്ഞാലേ വരുള്ളൂ. തിന്നാൻ അകത്തോട്ട് തരുമ്പോ അങ്ങ് തിന്നാ മതി. അതല്ല ഈ ചെക്കനൊരു റെസ്റ്റോറന്റ് ഉണ്ട്. ആർക്ക്? കോയി കഫേ. കോയി കഫേ. കോയി കഫേ. കോയി കഫേ അല്ലേ ഇത്? വേറെ തിന്നിട്ട് വരാം. ഫുഡ് എന്തോ ഫുഡ് കേട്ടില്ല. നിന്റെ വകയാണോ ഫുഡ്? ഓ ഞാൻ കാശ് കൊടുത്തോളാം. അല്ലെ എപ്പോഴേലും കാശ് കൊടുക്കുന്ന പോലെയാണല്ലോ വർത്താനം. ഒരു കഞ്ഞി പോലും മേടിച്ചു തന്നിട്ടില്ല. 100 CR പോയി. 100 CR അല്ല പോയി. 100 അല്ല 10 പോയെ. ടെന്നല്ലേ പോയത്? പോയിട്ട് യൂണിറ്റ് 10 100,000 10,000 10 lakh 10 crore 10 crore. Mr. X please call. സുബിനിലെ ഞാനില്ലേ സിനിമ എടുക്കുന്നുണ്ട്. ഒരു കാട്ടുപൂച്ച പറഞ്ഞ കഥ. അപ്പൊ അതില് നീയാണ് പ്രൊഡ്യൂസർ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഓ അത് തീരുമാനിച്ചില്ല. ഞാൻ ഓർത്ത റോള് തരാന്നുള്ള സന്തോഷം കാര്യമെല്ലാം പറയാനായിരിക്കും. റോളിന്റെ മെയിൻ റോൾ എനിക്കാണ് കാട്ടുപൂച്ചന്റെ. കാട്ടുപൂച്ചയായിട്ട് പറഞ്ഞ ഞാൻ ഇനി. അതെ എനിക്ക് അതിന് വേണ്ടുന്ന ട്രെയിനിങ് എല്ലാം തരും. ഇനി പൂച്ച എന്ന് വന്ന് ഇറങ്ങിയിട്ട് വേണം അടുത്ത പേരും കൂടി എന്തൊക്കെ കാണണം. ഇപ്പൊ തന്നെ ആവശ്യമായിട്ടും ഉള്ള പേരുകളെല്ലാം എനിക്ക് മനസ്സിലായ. ഈ കാട്ടുപൂച്ചയൊക്കെ ആയിട്ട് ഞാൻ ഇനി ഇങ്ങനെ കുടുങ്ങി വരാം. പൂച്ച ആയിട്ടെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം. ഇറക്കണമല്ലേ? എത്ര രൂപ ഉദ്ദേശിക്കുന്നത്? ബഡ്ജറ്റ് എത്രയാണ്? 30 CR ഒരു പടമൊക്കെ പിടിക്കാൻ പറ്റുമോ? പറ്റും. എന്തെങ്കിലും ഒന്ന് ആലോചിച്ചൊക്കെ. നിർമ്മാണം പിരാന്ത് ബാസ് അല്ല പരുന്ത് ബാസ്. പരുന്ത് ബാസ് നിർമ്മാണം. ആ ഒരു ഒറ്റ ക്രെഡിറ്റിന് വേണ്ടി എനിക്കൊരു സിംഗിൾ റോൾ എങ്കിലും തരണം സിനിമയിൽ. അല്ലെങ്കിൽ എഡിറ്റിംഗ് ഞാൻ ചെയ്തോളാം. എനിക്കറിയാം. കാട്ടുപൂച്ചയായിട്ട് വേണ്ട. കാട്ടീന്ന് എടുത്തോണ്ട് ഒന്ന് വളർത്തുന്ന നാട്ടിലെ ആൾ അങ്ങനെ ആയിട്ടുണ്ടല്ലോ. കാട്ടുപൂച്ചയാണ് മെയിൻ റോൾ അതിന്റെ അകത്ത്. കാട്ടുപൂച്ച പറഞ്ഞ കഥ അതാണ് തീം എന്താന്ന് പറയാം. നീ ഏതാടാ വാണമേ? നീ വാശിപ്പോ നമ്മൾ സംസാരിച്ചോളാം. ഇപ്പൊ ഓനെ കാണുമ്പോട്ടല്ല എനിക്കിങ്ങനെ നാവിങ്ങനെ ചൊറിഞ്ഞു വരും ആ ജന്തുവിനെ കാണുമ്പോ. അവരെ വലുതായിട്ട് വെറുപ്പിക്കരുത് കേട്ടാ. വെളിയിൽ ദുഃഖിക്കേണ്ടി വരുവേ. ഓനെ ഞാൻ അങ്ങ് വെറുപ്പിച്ച് കൊല്ലാതെ തന്നെ തീരുമാനിച്ചു ഞാൻ. ആണല്ലേ? അപ്പൊ സിനിമാറ്റിക്സിൽ വരാനും ഓനെ ചെയ്തു തരാൻ വേണ്ടി പറ്റില്ല. അപ്പൊ പിന്നെ ഓനെ തുപ്പിയാട്ടേവനാ. ഈ കാട്ടുപൂച്ച നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വൈൽഡ് പൂസിയാവാ? അത് വരും. അത് വരില്ല. വൈൽഡ് കാട്ടുപൂച്ച. അങ്ങനെ അതെ കാട്ടുപൂച്ച തന്നെ. വാ അതെന്തായാലും നമുക്ക് തീരുമാനിക്കാം. വാ എന്താ നീ മെല്ലെ നടക്കരക്ക് നടന്നിട്ട് എത്തുന്നില്ല. നടന്നിട്ട് എത്തുന്നില്ലെന്നാ? വേണമെങ്കിൽ നല്ല അതിനകത്ത് എന്തെല്ലാം വരുമെന്ന് വെച്ചാല് നിർമ്മാണം, ഡയറക്ഷൻ, മറ്റേ എല്ലാ പേരും അതിന്റെ അകത്ത് ഇടാം. മെയിൻ ആക്ടർ എല്ലാം നീ തന്നെ വാസു. എല്ലാം വാസു എന്ന് എഴുതി കാണിക്കല്ലേ? എന്നത്തേക്ക് സിനിമ എന്നത്തേക്ക് റെഡി ആവും? സിനിമ നമ്മളിപ്പോ ഇതാ കാസ്റ്റിംഗിന്റെ വിളിച്ചിട്ടേ ഉള്ളത്. ഇന്നിപ്പോ ഓഡിഷൻ ഉണ്ട്. ടിവിയിൽ എനിക്ക് തോന്നുന്നു പൂച്ചയായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരു മുഖം ഇതൊക്കെ ഉള്ളത് ചന്ദ്രനാണ്. ഇതിപ്പോ അല്ല മുഖത്ത് നമ്മളതെല്ലാം ചെയ്തു തരും. അതിന്റെ നമ്മള് അമേരിക്ക നല്ല ആളെ ഇറക്കുന്നുണ്ട്. ഓർക്കാണ് ഇത്രയും പേരെ മറ്റേ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. മറ്റേ കോസ്റ്റ്യൂമെല്ലാം. എന്നാ പിന്നെ കോസ്റ്റ്യൂം നിങ്ങൾക്ക് തന്നെ ഇട്ടൂടെ? അല്ലല്ലേ നമ്മളെ പറ്റില്ല. നമ്മള് അങ്ങനെ വെച്ചാല്
ജോണർ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലുള്ള പടമായിരിക്കും? സെന്റിമെന്റ്സ് ആണോ? ത്രില്ലറാണ്. ഒരു കാട്ടുപൂച്ച പറഞ്ഞ കഥ. ഒരു കാട്ടുപൂച്ച പറഞ്ഞ കഥ നമ്മുടെ ത്രില്ലർ ആണല്ലേ? 2.5 മണിക്കൂറുണ്ട്. 2.5 മണിക്കൂർ. കാട്ടുപൂച്ച സംസാരിക്കണം പറഞ്ഞ കഥ. അപ്പൊ അണ്ണൻ പൂച്ചയെ പോലെ സംസാരിക്കണം. ഞാനിനി പൂച്ചയെ പോലെ സംസാരിക്കാടാ ഞാനിനി. അതെല്ലാം വോയിസ് അതല്ല, ഇത് നിങ്ങളെ മറ്റേ ഇത് കേട്ടിട്ടുണ്ടാ? ആരാ നിങ്ങളുടെ കാത്ത് വർത്താനം പറയുന്നില്ലേ, അതുപോലെ തന്നെ മനുഷ്യന്മാരെ വർത്താനം തന്നെ നീ പറഞ്ഞാ മതി. മനുഷ്യന്മാര് സംസാരിക്കുന്ന പോലെ സംസാരിക്കണേ. മനുഷ്യന്മാര് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന കാട്ടുപൂച്ച. അപ്പൊ ഞാൻ ഈ പൈസ അഡ്വാൻസ് തന്നിട്ട് നിങ്ങൾ ഈ പടം ഇറക്കാതെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നാരദനുണ്ടല്ലോ ഇടാ. 30 കോടിയാണ് ബഡ്ജറ്റ് ടോട്ടല്. അഡ്വാൻസ് 15 കോടി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവൻ 30 കോടി നമ്മൾ തരാന്ന് തന്നെ വെച്ചു. നിങ്ങൾ അത്യാവശ്യം കഥയെങ്കിലും നമ്മളെടുത്ത് പറയണ്ടേ? അതില് കഥ ഞാൻ പറയട്ടെ, ഈ സിനിമാ നടന്മാരുടെ അടുത്ത് കഥ പറയാൻ വേണ്ടി നിങ്ങളൊരു വലിയ നടനാൻ പോകുന്ന വാസു, നിങ്ങളെ നാളെ ലോകം അറിയപ്പെടും. അങ്ങനെയുള്ള വാസുവിന്റെ അടുത്ത് കഥ പറയാൻ പറ്റും. കഥ ഞാൻ പറഞ്ഞുതരും. പക്ഷെ വാസു ആരാ ജോക്കിയും വേറെ ആരും ഉണ്ടാകാൻ പാടില്ല. അല്ല നമുക്ക് ജോണി അപ്പാപ്പനെ കൂടെ കഥ പറയണം. അയാൾ ഈ കുടുംബത്തിൽ ഇല്ലെന്നല്ല, അയാളൊന്നും മാറ്റ കുടുംബത്തിൽ അത് അങ്ങനെ ഒരു വേർതിരിവ് നമുക്കില്ല ഇപ്പൊ, മനസ്സിലായ? അല്ല അനക്കാ വേർതിരിവുണ്ട്. എന്താന്നറിയാമോ, ഇത് രണ്ടും ഇപ്പൊ ഒറ്റ കുടുംബമാ. നമ്മളില്ലേ നമുക്ക് ഒരിടത്തിരുന്ന കഥ കേൾക്കാം. എന്നാ പിന്നെ കഴിക്കാൻ പോകുന്നിടത്ത് കഥ കേൾക്കാണോ? കഥ റെഡിയല്ലേ? ത്രെഡ് റെഡിയാ. ഓക്കെ, എന്നാ വാ റെസ്റ്റോറന്റിൽ പോയി കഥ കേൾക്കാം. വാ. നമുക്കൊരു കഥ കേൾക്കാം. തോളത്ത് കയറിക്കോ. എനിക്ക് എടുക്കാനൊന്നും അറിയത്തില്ല. അടുത്തിട്ടുണ്ടോ? കയറിക്കോ. സീറ്റുണ്ട്. കേറ്. സീറ്റുണ്ട്. വണ്ടിക്കത് ആശാന്ന് വിളിച്ച നാക്കുകൊണ്ട് എന്നെ കൊണ്ട് ഇത് നമുക്ക് നമ്മുടെ ഒരു സിറ്റിയിലെ ആദ്യത്തെ റെസ്റ്റോറന്റ് ആണെന്ന് പറഞ്ഞപ്പോ ഒരു പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചതാ. ചെയ്യാൻ വേണ്ടി പറയാം. അതെങ്ങനെ നമുക്ക് പ്രൊമോഷൻ ചെയ്ത് കൊടുത്താലോ? അത് ശരിയാട്ടെ, ഇന്നത്തെ കാര്യം നമുക്ക് പ്രൊമോഷൻ കൊളാബിടാ കേട്ടാ. ക്യാമറമാനായിട്ട് നമുക്ക് ഒരുത്തന്നെ നിർത്താം. ഞാനെന്നെ നിർത്താം ക്യാമറമാൻ. ഈ ഫുഡ് കഴിച്ചിട്ട് കൊളാബ് പറയണ ബ്രൈറ്റ് ബോക്സിനെ പറ്റിയിട്ടുണ്ടോ? ഞാൻ യൂട്യൂബിലൊക്കെ വ്ലോഗ് കാണാറുണ്ട് പുള്ളിക്കാരിയുടെ. ഞാൻ വലിയൊരു ഫാനാണ് പുള്ളിക്കാരിയുടെ. എനിക്കിഷ്ടം പുള്ളിക്കാരി ഇഷ്ടം. പുള്ളിക്കാരുടെ നല്ല കൊളാവാ. ഭയങ്കര ആർട്ടിഫിഷ്യൽ. ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. സാംസങ്ങിന്റെ പ്രൊമോഷൻ. ഓ നൈസ് സാധനമാണ് കേട്ടാ. ഇതിനു മുമ്പ് സാംസങ്ങിന്റെ പ്രൊമോഷൻ ചെയ്തിട്ട് ചന്തി വരെ കൊടുത്തു വരുന്നുണ്ട്. ഡ്രീമർ ഗെയിമിംഗ് പുള്ളിയുടെ വീഡിയോസ് എനിക്ക് ഇതുപോലെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇവരെ എല്ലാം കാണാറുണ്ട്.